അസാധ്യമായ ഹെഡിംഗ് മികവാണ് താരത്തിന്റെ ഏറ്റവും വലിയ മാന്ത്രികത. താരതമ്യേന ഉയരം കുറവാണെങ്കിലും പ്രീമിയർ ലീഗിലെ ഏറ്റവും മികച്ച ഹെഡർമാരിൽ ഒരാളായിരുന്നു ജോട്ട. യോർഗെ ക്ലോപ്പിന്റെയും ആർനെ സ്ലോട്ടിന്റെയും എല്ലാം ശൈലിക്ക് അനുയോജ്യമായിരുന്നു ജോട്ട. ഗോളില്ലാതെ ടീം പ്രതിസന്ധി നേരിടുമ്പോഴെല്ലാം ജോട്ട രക്ഷകനായി അവതരിച്ചിട്ടുണ്ട്. ആൻഫീൽഡിനെ ത്രസിപ്പിക്കാനും ആവേശക്കടലാക്കാനും ജോട്ടയ്ക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. ഇന്നും തങ്ങളുടെ പ്രിയപ്പെട്ടവനെ ഓർക്കാതെ ലിവർപൂൾ ആരാധകർ ആൻഫീൽഡിന്റെ പടി കയറാറില്ല. ജോട്ടയുടെ ചിത്രങ്ങളുമായി ഗ്യാലറിയിലേക്ക് പലരുമെത്തും. ചിലർ കരയും, കണ്ണീർ പൊടിക്കും. ക്ലബിന്റെ പ്രശസ്ത ഗാനമായ യു വിൽ നെവർ വാക്ക് എലോൺ എന്ന് പാടുമ്പോൾ പലരും ജോട്ടയെ ഓർത്ത് ഇന്നും പ്രാർത്ഥനാമുഖരിതമാകും. പ്രിയപ്പെട്ടവന് നിത്യശാന്തി ചൊല്ലും. പോർച്ചുഗൽ ദേശീയ ടീമിനായി 49 മത്സരങ്ങൾ കളിച്ച ജോട്ട എല്ലാ ടൂർണമെന്റുകളിലും തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പരിക്കുകൾ പലപ്പോഴും വേട്ടയാടിയെങ്കിലും ഓരോ തിരിച്ചുവരവിലും കൂടുതൽ ശക്തനായി മാറുന്ന ജോട്ടയെയാണ് ഫുട്ബോൾ ലോകം കണ്ടത്. പോർച്ചുഗൽ അവസാനം നേടിയ നേഷൻസ് ലീഗ് കിരീടത്തിലും ജോട്ടയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കഠിനാധ്വാനവും. ക്രിസ്ത്യാനോ റൊണാൾഡോ നയിക്കുന്ന ടീമിൽ വമ്പൻ സംഘമാണ് അണിനിരക്കുക. ജാവോ ഫെലിക്സും റാഫേൽ ലിയാവോയും ഗോൺസാലോ റാമോസും ക്രിസ്ത്യാനോയും നയിക്കുന്ന അറ്റാക്കിംഗ് സംഘം. മധ്യനിരയിൽ ജാവോ നെവസും വിറ്റിന്യയും ബ്രൂണോ ഫെർണാണ്ടസും കരുത്തു പകരും. ഡിയേഗോ ഡാലറ്റും റൂബൻ ഡയസും നുനോ മെൻഡസും ഉൾപ്പെട്ട സംഘം പ്രതിരോധ കോട്ട കാക്കും. ഡിയേഗോ കോസ്റ്റ തന്നെയായിരിക്കും 1-ാം നമ്പർ ഗോൾ കീപ്പർ. പോർച്ചുഗൽ ഈ ലോകകപ്പിന്റെ ഫേവറിറ്റുകളാണ്. ശേഷം അമേരിക്കയിൽ.